പി സരിൻ കൂടെ ചേർന്ന് നമ്മോടൊപ്പം. ശ്രീ സരിൻ, UDF 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് അല്പം മുമ്പ് ഈ പോളിംഗ് പൂർത്തിയായ ശേഷം സി കൃഷ്ണകുമാർ NDAയുടെ സ്ഥാനാർത്ഥി ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന് നിശ്ചയമായിട്ടും വിജയപ്രതീക്ഷയുണ്ട്, വലിയ വിജയമാണ് ഉണ്ടാവുക NDAക്ക് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ 2-ാം സ്ഥാനത്ത് അദ്ദേഹം കാണുന്നത് LDFനെയാണ്. നിങ്ങൾക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താണ്? എന്ത് പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഉള്ളത്? പോളിംഗ് പൂർത്തിയായി എന്നുള്ളത് പറയരുത്. കാരണം ഇപ്പോഴും വരി നിൽക്കുന്ന ജനാധിപത്യ ബോധമുള്ള പാലക്കാട്ടുകാർ 40ഓളം ബൂത്തുകളിലുണ്ട്. 5000-ലേറെ വരുന്ന വോട്ടുകൾ ഇനിയും പോൾ ചെയ്യാനുണ്ട്. അവരുടെ ഇടയിലേക്ക് ഒന്നുകൂടി പോകാനുള്ള സമയത്തിൻ്റെ ഇടയിലാണ് ഞാൻ നിങ്ങളുടെ ലൈവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5000 വോട്ടുകളും കൂടി ചേർന്ന് വിധി നിർണ്ണയിക്കുന്നതാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. അവർ ബൂത്തുകൾക്കുള്ളിലാണ്. ഒരുപാട് വൈകിപ്പോയതുകൊണ്ട് മാത്രം ഇനിയും 2-3 മണിക്കൂർ എടുത്ത് 5000-ഓളം പേർ വോട്ട് ചെയ്യാനുണ്ട്. അതാദ്യമേ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട NDAയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ ഒരു കാര്യം, അതായത് കോൺഗ്രസ് അപ്രസക്തമാകും, 3-ാം സ്ഥാനത്ത് പോകുമെന്നുള്ളത് രാഷ്ട്രീയമായി ഞാൻ 2 ആഴ്ച മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ NDA സ്ഥാനാർത്ഥിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ മാത്രമുള്ള വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ മുന്നണിക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ പാലക്കാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷമാണ് ശരിയെന്ന് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിനുണ്ടാകും. ഞാൻ കണ്ട കാഴ്ചയും ഞാൻ കേട്ട കഥകളും ഞാൻ അറിഞ്ഞ പാലക്കാടിൻ്റെ മനസ്സും 5 ആഴ്ചക്കാലത്തിലേറെയായി ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് വളരെ കൃത്യമായി ഞാൻ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ദിവസവും 150-ലേറെ ബൂത്തുകളിൽ പോയതിൻ്റെ ആത്മവിശ്വാസത്തിൽ ഞാൻ പറയുന്നു, ഏകപക്ഷീയമായ വിജയമാണ്. ഓരോ വോട്ടും നൽകിക്കൊണ്ട് ഓരോ വോട്ടറും പാലക്കാട് ഇടതുപക്ഷത്തിന് നൽകാൻ പോകുന്നത്. ചെയ്യുമെന്നുറപ്പുള്ള വാഗ്ദാനങ്ങൾക്ക് ചെയ്ത് കാണിക്കാനും ചെയ്തു തീർക്കാനും അവർക്ക് വേണ്ട ആളും നാഥനെയും അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായി 23-ാം തീയതി ഇടതുപക്ഷത്തിന്റെ മഹാഭൂരിപക്ഷത്തിലുള്ള വിജയമായി പ്രതിഫലിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. സരിൻ, UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വേണ്ട വിധത്തിൽ വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് BJP സ്ഥാനാർത്ഥി പറഞ്ഞത് അല്പസമയം മുമ്പ്. താങ്കൾക്ക് അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടോ? UDFന് ശക്തി കേന്ദ്രങ്ങളില്ല പാലക്കാട്. അതാണ് എൻ്റെ തിരുത്തൽ. UDFന്റെ സകല ശക്തി കേന്ദ്രങ്ങളും പാലക്കാട് എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. UDFന് കിട്ടിയ വോട്ടുകൾ ഒരുപക്ഷെ മതേതര വോട്ടുകളല്ലായിരുന്നു എന്ന് പാലക്കാട് ഇന്ന് തിരിച്ചറിയുകയാണ് വേദനയോടെ. മതം പറഞ്ഞും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിനുള്ള രസതന്ത്രങ്ങൾ മെനഞ്ഞും തലേന്ന് രാത്രി തട്ടിക്കൂട്ടിയ മോഡലുകളായിരുന്നു അത്. പാർലമെന്റ് ഇലക്ഷനിൽ ആ വോട്ടുകളെല്ലാം രാഹുൽ ഗാന്ധി എന്നുള്ള നേതാവിന് കേരളത്തിൽ നിന്ന് പോകേണ്ട വോട്ടുകളായിരുന്നു. നേരെ മറിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ നിരന്തരമായി പുറകിലേക്ക് പോകുന്ന UDFന്റെ എല്ലാതരം അടിത്തറയും ഇളകിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. ശക്തി കേന്ദ്രങ്ങൾ ഇനി UDFനോ അല്ലെങ്കിൽ ലീഗിനുണ്ടാകാം, 1-2 പോക്കറ്റുകളിൽ ലീഗിനുണ്ടാകാം. പക്ഷേ കോൺഗ്രസിന്റെ അടിത്തറ പാടെ ഇളകി തകർന്നതായി റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും. വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാരണം സ്ഥാനാർത്ഥിയോട് താല്പര്യമില്ല. ഇത് ഞാൻ 5 ആഴ്ചയായി പറയുന്നു. താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തിനു വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ്സുകാരും UDFകാരും തീരുമാനിച്ചിരുന്നു. അവരത് നടപ്പിലാക്കി. ശരി, ശ്രീ സരിൻ, ഒറ്റ കാര്യം കൂടെ, അതായത് NDAയുടെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചുകൊണ്ട് താങ്കളോടും ചോദിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ താങ്കൾ വിജയിക്കും വൻ ഭൂരിപക്ഷത്തിൽ എന്നാണല്ലോ ഈ ഘട്ടത്തിൽ താങ്കൾ പറയുക. പക്ഷേ 2-ാം സ്ഥാനത്ത് ആര് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2-ാം സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുമെന്നാണ്. താങ്കളുടെ നോട്ടത്തിൽ ആര് വരുമെന്നാണ്? UDFോ NDAയോ? ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരാൾക്കാണ്. ആ ഒരാൾക്ക് ചെയ്യുന്ന വോട്ടുകളുടെ എണ്ണ കൂടുതലുള്ള ആൾ ജയിക്കും. സാങ്കേതികമായി പറഞ്ഞാൽ ജനം രണ്ടാമതെത്താൻ വേണ്ടി ആർക്കും വോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമതെത്തുന്ന ആര് എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ആ ചോദ്യത്തിന് ജനാധിപത്യത്തിൽ ശരിയായ അർത്ഥത്തിൽ പ്രസക്തിയില്ല. പക്ഷേ സ്വാഭാവികമായും അത്രയും വോട്ട് കിട്ടിയവരുടെ അഭിപ്രായത്തെ കൂടി നമ്മൾ മാനിക്കും. അത് വേറൊരു വശം. 2-ാം സ്ഥാനം ആര് എന്നുള്ളത് അപ്രസക്തമാകുന്ന ഏകപക്ഷീയ വിജയം എന്ന് അടിവരയിട്ട് പറയുമ്പോൾ വീണ്ടും ആ തോന്നലിന്, എൻ്റെ വ്യക്തിപരമായ തോന്നലിന് ഇവിടെ പ്രസക്തിയില്ല. ആര് വന്നാലും രണ്ടും A ടീമും B ടീമുമാണ്. പിന്നെന്താണ്? ഒരു കൂട്ടർ സന്ദീപ് വാര്യരെ 4 ദിവസം മുമ്പ് വരെ ചുമന്ന് നടന്നവർ, മറ്റൊരു കൂട്ടർ 4 ദിവസമായി ചുമന്ന് നടക്കുന്നവർ. ഇതൊരു വ്യത്യാസമല്ലല്ലോ. ആ വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കി മറ്റു ബൂത്തുകളിലേക്ക് ഏതായാലും എന്താണ് അതിലൊരു ഡിഫറൻസ്? ഒരു കാര്യം കൂടി സർ, ഒരാവശ്യമില്ല. ഇരട്ട വോട്ട് ആരോപണം നേരിട്ട താങ്കളും ഭാര്യയും ക്യാമറകൾക്ക് മുന്നിൽ തന്നെ വന്നിറങ്ങുകയും വോട്ട് ചെയ്ത് പോവുകയും ചെയ്തു. പറഞ്ഞോളൂ.
അല്ല, ഒരു ചോദ്യം കൂടെ. അതായത് ഈ താങ്കൾക്ക് പോകണം മറ്റു ബൂത്തുകളിലേക്ക് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ലക്ഷ്മി ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 3-4 ദിവസം മുമ്പ് വരെ താങ്കൾ കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ അതുവരെയുള്ള പാർട്ടി അപ്പാടെ വിട്ടാണ് ഇപ്പോൾ ഈ പക്ഷത്തേക്ക് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ, പരാജയപ്പെടാതിരിക്കട്ടെ, ഈ ഘട്ടത്തിൽ ഞാൻ താങ്കൾക്ക് വിജയാശംസകൾ തന്നെ നേരുന്നു. പക്ഷേ പരാജയപ്പെടുകയാണെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഭാവിയല്ലേ മുന്നിലുണ്ടാവുക? തമാശയായിട്ട് എടുത്താണ് ചോദ്യം. വ്യക്തിപരമായ ഭാവി നോക്കിയല്ല ഒരു മനുഷ്യൻ പൊതുരംഗത്ത് നിൽക്കുന്നത് എന്ന് രാജിവെച്ച ഇറങ്ങി വന്ന നാൾ മുതൽ തെളിയിച്ച ജീവിതമാണ് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ സിവിൽ സർവീസും വിട്ടു വരുമ്പോൾ ആ പരിവേഷത്തിൽ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാമായിരുന്നു, ഭരണത്തിൻ്റെ പുറകെ പോകാമായിരുന്നു. അത്തരം വില കുറഞ്ഞ ചോദ്യങ്ങൾക്ക്, സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഞാൻ ഇപ്പം മറുപടി പറയുന്നില്ല. 23-ാം തീയതി അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ ഈ ചോദ്യം ഡാർക്കാണല്ലോ സരിൻ സീൻ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. നേരത്തെ ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു, അതായത് ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടത്. പൊതുജന സമക്ഷത്തിൽ ആ ഇരട്ട വോട്ടിന്റെ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വരാനുള്ള സമയമുണ്ട്. വ്യാജ വോട്ടറാണ് ഞാനും എൻ്റെ ഭാര്യയും എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പാലക്കാടിന്റെ ജനതയ്ക്ക് മുമ്പിൽ മാപ്പിരക്കണം. അദ്ദേഹം വേഷം കെട്ടിച്ച മുൻ MLA-യും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും പൊതുജന സമക്ഷം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യയും ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പോളിംഗ് ഏജന്റിനെ കൊണ്ട് ആ വോട്ട് ചലഞ്ച് ചെയ്യിപ്പിക്കാഞ്ഞത് എന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയണം. ഞാൻ കള്ളവോട്ടറായിരുന്നു, വ്യാജ വോട്ടറാണ് എന്നല്ലേ പറഞ്ഞത്? സ്വന്തം പോളിംഗ് ഏജന്റിനെ കൊണ്ട് ഇത് ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഇന്ന കാരണങ്ങൾ കൊണ്ടെന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് പറയിപ്പിക്കാൻ പോലും രാഷ്ട്രീയ ബോധ്യമില്ലാതെ ഒരാരോപണം പടച്ചുവിട്ട പ്രതിപക്ഷ നേതാവിനെ കേരളത്തിന്റെ പാലക്കാടിന്റെ ജനാധിപത്യ മനസ്സ് 23-ാം തീയതി ശിക്ഷിക്കുന്നത് കൺകുളിർക്കെ കാണാനും പറവൂരിനപ്പുറം രാഷ്ട്രീയ മേൽവിലാസമില്ലാതെ അവസാനിക്കുന്ന ഒരു അധ്യായമായി VD സതീശൻ എന്ന പേര് മാറാനും അതിലൂടെ പറ്റുമെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഗതിപിടിക്കാനും ആശിക്കുന്ന ഒരു കുറഞ്ഞ സ്നേഹം കോൺഗ്രസിനോട് ഇപ്പോഴും പുലർത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിലുള്ള ശുഭാപ്തി പ്രതീക്ഷ കൂടി ഞാൻ പങ്കുവെക്കുന്നു. എന്നെ പോകാൻ അനുവദിക്കുന്നു. വളരെ നന്ദി സരീൻ, ഞങ്ങളോട് സംസാരിച്ചതിന്. താങ്കൾക്ക് എല്ലാ ആശംസകളും. വിജയാശംസകൾ. സന്തോഷം ഉണ്ടാകട്ടെ വിധിക്ക് ശേഷം.